നമസ്കാരം. ഇറാനുമേൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇറാൻ്റെ മുൻ പരമോന്നത നേതാവ് അലി ഖൊമനേയി ഹോറിഫൈഡ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവ് എന്ന് പറയപ്പെടുന്ന മുസ്തഫ ഖംനേയിയും ഏതാണ്ടൊരു 3/4 ഹോറിഫൈഡ് ആയി എന്നുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഏതാണ്ട് ഇറാൻ സമ്മതിച്ച ഒരവസ്ഥ വരെ ഉണ്ടായി. ഈ മുസ്തഫ ഖംനേയി ഏതാണ്ട് കോമയിലാണ്, അല്ലെങ്കിൽ ഗുരുതരമായി അയാൾക്ക് പരിക്കേറ്റിരുന്നു തുടങ്ങിയ വാർത്തകൾ ഇറാൻ തന്നെ ഏതാണ്ട് തത്വത്തിൽ സമ്മതിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഒപ്പം മരിച്ചവരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഏതോ ഒരു കവലയിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച കൂട്ടത്തിൽ ഇയാളുടെ ചിത്രവും പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും അതാരോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്താക്കുകയും അത് ലോകമറിയുകയും ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ, കോമയിലാണോ, അതോ പാതി ചത്ത അവസ്ഥയിലാണോ, അതോ 3/4 ഹോറിഫൈഡായി ബാക്കി ഒരു 1/4 കൂടി ഇനി ഹോറിഫൈഡ് ആകാനുണ്ട് എന്നുള്ള അവസ്ഥയിലാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകൾ ചൂടുപിടിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. ആഗോള രാഷ്ട്രങ്ങളെല്ലാം ഉറ്റുനോക്കുന്നൊരു പ്രധാന കാര്യം, ഇയാൾ ഇത്തരത്തിലുള്ളൊരു 3/4 ഹോറിഫൈഡായിട്ട് ഉള്ളൊരവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ ഇറാൻ്റെ യഥാർത്ഥ ഭരണം കൈയാളുന്നത് ആര്? ആ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു സ്ഥിരീകരണം ഒഴിവാക്കുവാൻ വേണ്ടി ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുസ്തഫ ഖംനേയിയുടേത് എന്ന് പറയപ്പെടുന്ന രീതിയിൽ കത്തുകൾ പുറത്തു വരും. അത് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമ ഹാൻഡിലൂടെയോ പുറത്തു വരും. മുസ്തഫ ഖംനേയി അമേരിക്കയെ നോക്കി വിരൽ വിറപ്പിച്ചു, അല്ലെങ്കിൽ 2 വിരലും ചൂണ്ടിപ്പറഞ്ഞു അമേരിക്കയ്ക്ക് നാളെ ഹൃദയാഘാതം ഉണ്ടാക്കുന്ന സൈഫുൽ ഇസ്ലാം വാള് ഞങ്ങൾ പുറത്തെടുക്കും, അല്ലെങ്കിൽ അലിയുടെ ഒരു വാളുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഈ അറ്റം 2ആയിട്ട് ഇങ്ങനെ പിളർന്നിരിക്കുന്നു, സഫറുള്ള അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ആ വാള് ഞങ്ങൾ പുറത്തെടുക്കും, അമേരിക്കയ്ക്ക് പിന്നെ തുടരെ ഹൃദയാഘാതമായിരിക്കും. ഈ അമേരിക്കയ്ക്ക് ഹൃദയാഘാതം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ഇസ്രായേലിൻ്റെ പേര് അങ്ങനെ എടുത്ത് പറയുന്നില്ല. കാരണം ഇസ്രായേലിൻ്റെ പേര് ഏവനെങ്കിലും ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവനെ ഹോറിഫൈഡ് ആക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു നടപടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പേര് അങ്ങനെ സ്ഥിരമായി പറയുന്നില്ല. 1-2 ദിവസങ്ങളിലോ 2 ദിവസങ്ങൾ ഇടവിട്ടോ ഒക്കെ ഇസ്രായേലിൻ്റെ പേരവർ പരാമർശിക്കുന്നുള്ളൂ. അമേരിക്കയെ ഞങ്ങൾ വിറപ്പിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ വിറപ്പിക്കുവാൻ സാധിക്കില്ലെന്ന് ഇവർക്കും അറിയാം. കാരണം ദൂരമുണ്ട്. എന്തെങ്കിലും ഒരു തരത്തിലൊരു കല്ലെങ്കിലും എടുത്തെറിയണമെങ്കിൽ, ഡ്രോൺ അയക്കണമെങ്കിൽ ഡ്രോൺ അവിടെ എത്തില്ല. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ, കാലിഫോർണിയയിൽ നിന്ന് ഒളിച്ചിരുന്ന് ഡ്രോൺ അയക്കാനുള്ള ആളുകൾ ഇറാനുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കകത്ത് ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ളവർ ട്രംപിനെ ഒന്ന് വളഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ആവശ്യമില്ലാത്തൊരു യുദ്ധമാണിത്, തീർത്തും അനാവശ്യമായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു യുദ്ധമാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണം ട്രംപിൻ്റെ നേരെ ഉന്നയിച്ച് കുറേയെങ്കിലും ട്രംപിൻ്റെ കൈകളും കാലുകളും ബന്ധിച്ചൊരവസ്ഥയിലാണ് അമേരിക്ക. ഒരു ഡ്രോൺ ആക്രമണം പോയിട്ടൊരു കല്ലെങ്കിലും ഇറാൻ്റെ പേരിൽ അമേരിക്കയിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വീണ് ആർക്കെങ്കിലും ഒരു പരിക്കെങ്കിലും പറ്റിയാൽ, ഒരു പോറലെങ്കിലും പറ്റിയാൽ ട്രംപിൻ്റെ കൈകാലുകൾ പ്പെട്ടൊരവസ്ഥയിലേക്കാകും. പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും. തൂത്തുവാരിയിട്ട് ബോംബുകൾ കൊണ്ട് എറിഞ്ഞു കളിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടും. അത് ഇറാനും നല്ലതുപോലെ അറിയാം. ഒപ്പം തന്നെ ഈ ഖാർഗ് ദ്വീപ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായതോടുകൂടി എണ്ണ സംഭരണിയിൽ നിന്നുള്ള എണ്ണയുടെ വിതരണം ഇറാനിലേക്ക് ഉള്ളത് അമേരിക്ക തടസ്സപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലെ എണ്ണ പൈപ്പുകൾ താമസിയാതെ തന്നെ പൊട്ടിത്തെറിക്കുമെന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യം പോകുന്നു. കാരണം ഈ പ്രഷർ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം എഞ്ചിനീയർമാർക്കറിയാം. പക്ഷേ എണ്ണ പൈപ്പുകൾ പൊട്ടിത്തെറിക്കും. അത് 3 ദിവസമോ 4 ദിവസമോ മാത്രമേ അവ ഇനി നിലനിൽക്കുകയുള്ളൂ. 4-ാം ദിവസം അത് പൊട്ടിത്തെറിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഇറാൻ പറയുന്നത് പോലെ തന്നെ എടുത്താൽ മതി. ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഏതാണ്ട് ഈ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ അവകാശവാദങ്ങൾ പോലെ തന്നെ കുറച്ചെന്നല്ല വളരെ അതിശയോക്തികൾ കലർന്ന അവകാശവാദങ്ങളാണ്. ട്രംപ് ഒരു 4 ദിവസം പറഞ്ഞാൽ ഒരു 40 ദിവസം സമയം കൊടുത്തുള്ളൂ അതിന്. അതുകൊണ്ട് തന്നെ ഇറാൻ വളരെ ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്, 3 അല്ല 30 ദിവസം ഞങ്ങൾ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു 40 ദിവസം നമുക്ക് ഇവരുടെ 2 പേരുടെയും ഒരു ആവറേജ് എടുത്ത് നമുക്ക് 40 ദിവസം കണക്ക് കൂട്ടാം. 40 ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ അവിടെ മാരകമായ പ്രശ്നങ്ങൾ ഇറാനിൽ എണ്ണ വിതരണം സംബന്ധിച്ചുണ്ടാകും. ഈ പൈപ്പുകൾ പൊട്ടിത്തെറിച്ച് എണ്ണ വിതരണം ആകെ അവതാളത്തിലാകുമെന്ന് മാത്രമല്ല, ഇതിലെന്തെങ്കിലും തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ വളരെ വലിയ ദുരന്തങ്ങൾ തന്നെ ഉണ്ടായേക്കാമെന്നുള്ളൊരവസ്ഥ ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ആരാണ് അവിടെ ഭരിക്കുന്നത് എന്ന വസ്തുതയിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ മുസ്തഫ ഖമനേയി ഒരു 3/4 ഹോറിഫൈഡ് ആയ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഭരണം റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കയ്യിൽ തന്നെയാണ്. റവല്യൂഷണറി ഗാർഡിൻ്റെ
പരമോന്നത തലവനാരാണ്, പരമോന്നത നേതാവല്ല, റവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു ഫീൽഡ് മാർഷലോ അല്ലെങ്കിൽ ജനറലോ കാണുമല്ലോ, അതാരാണെന്നുള്ള വിവരം അവർ പുറത്തുവിട്ടിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതാണ്ട് കേരളത്തിലെ ഒരു ജിഹാദി സംഘടനകളുടെ ഒരു രൂപഘടനയുണ്ടല്ലോ, അത്തരത്തിലേക്കാണ് ഇറാൻ്റെ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട്, മദനിയുടെ NDF തുടങ്ങിയ ഭീകരവാദ സംഘടനകളെ, സിമി എല്ലാം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് ഏതാണ്ട് SDP-യുടെ കയ്യിലാണ് ഭരണം എന്നുള്ള അവസ്ഥയിലാണ്. SDP ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് കൃത്യമായിട്ട് പുറത്തേക്കിറങ്ങി അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഈ ഭീകരവാദ സംഘടനകളുടെ 1ഉം 2ഉം നിരയിലുള്ള സകല നേതാക്കളെയും തൂത്തുവാരി അകത്തിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലാത്ത ആകപ്പാടെ കുത്തഴിഞ്ഞൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ ഭീകരവാദ സംഘടനകൾ നിലനിൽക്കുന്നില്ലേ? ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അവർക്ക് ആഗ്രഹങ്ങളില്ലേ? അത്തരത്തിലുള്ള പദ്ധതികൾ അവർ തയ്യാറാക്കുന്നില്ലേ? അതെല്ലാം ചെയ്യുന്നുണ്ട്. പഴയ അത്ര രൂക്ഷതയിലില്ലെന്നേ ഉള്ളൂ. പുതിയ രീതിയിൽ അവർ ഭീകരവാദ പ്രവർത്തനങ്ങളെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ഭീകരവാദം, ജിഹാദിസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെയാണ് ഇറാൻ്റെ ഭരണകൂട ഭീകരത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഈ ഭരണകൂട ഭീകരതയുടെ തലപ്പത്തിരിക്കുന്ന ഭീകരൻ ആരാണ്? മുസ്തഫ ഖമനയി എന്നുള്ളൊരു കളിപ്പാവ, അല്ലെങ്കിൽ ഒരു 3/4 മുഴുവനോ ഏതാണ്ട് 100% ഹോറിഫൈഡ് ആയുള്ള ഒരാളുടെ ചിത്രം കാണിച്ചുകൊണ്ടുള്ള കളി ആരാണ് കളിക്കുന്നതെന്ന് കൃത്യമായിട്ട് മൊസാദിന് പിടികിട്ടുന്നില്ല. പിടികിട്ടുന്ന ദിവസം ആ ചിത്രത്തിൻ്റെ അടുത്ത് മറ്റൊരു ഹോറിഫൈഡ് ചിത്രവും കൂടി അവർ വയ്ക്കുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ ഒളിച്ചുകളി അവർ നടത്തുന്നത്. കാരണം ആരാണ് തലവൻ എന്ന് കൃത്യമായി അറിഞ്ഞാൽ ഈ നിയന്ത്രണശേഷി ആരുടെ കയ്യിലാണ്, ഭരണകൂടത്തിനെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ആർക്കാണുള്ളത് എന്ന് കൃത്യമായ വിവരം മൊസാദിന് ലഭിച്ചാൽ പിറ്റേ ദിവസം ആ വ്യക്തിയുടെ കാര്യത്തിലൊരു തീരുമാനം അവരുണ്ടാക്കും. അത് ഇറാനും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഈ ഒളിച്ചുകളി. തന്നെയുമല്ല, അകത്ത് തന്നെ ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഒരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു നിയന്ത്രണ ഘടന അല്ലെങ്കിൽ ഒരു അധികാര ശ്രേണിയിൽ തന്നെ പലർക്കും ആരാണിത് നിയന്ത്രിക്കുന്നത് അവർക്കറിയാമായിരിക്കും, പേരറിയാമായിരിക്കും. ആ വ്യക്തി എവിടെയാണ്, അയാളുടെ കയ്യിൽ എന്തൊക്കെ ഒരു ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളുണ്ട്, അയാൾക്ക് എന്ത് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്, എവിടേക്കൊക്കെയാണ് അയാൾ സ്ഥലങ്ങൾ മാറി, താവളങ്ങൾ മാറി ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും ഈ അധികാര ശ്രേണിയിൽ ഒരു പരിധിക്ക് താഴേക്ക് ഉള്ള നിലനിൽക്കുന്നവർക്ക്, ആ താഴെത്തട്ടിൽ നിലനിൽക്കുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ് അവിടുന്ന് പുറത്തു വരുന്ന വിവരം. അത്തരത്തിലൊരു ഒളിച്ചുകളിയാണ്. ഒരു ഭരണകൂട ഭീകരത നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും, കാര്യക്ഷമമായി തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി ഇറാൻ്റെ ജനങ്ങളുടെ കാര്യമൊന്നെടുക്കാം. ഇറാൻ്റെ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ നയിച്ച് ഈ ഭരണകൂടത്തെ അട്ടിമറിക്കും എന്നൊക്കെയായിരുന്നു അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത്. ഇസ്രായേലല്ല, അമേരിക്ക. ഇസ്രായേലും അതിനൊരു ശ്രമങ്ങൾ നടത്തിയിരുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. രഹസ്യമായി തന്നെ ഇറാനിൽ ഈ ഗ്രൗണ്ടിൽ തന്നെ, ഇറാൻ്റെ ഭൂമിയിൽ തന്നെ രഹസ്യമായി മൊസാദ് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് അവിടെ ഒരു 10 ബോംബ് വീണ് ഈ അലി ഖമനേയി ഹോറിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നായിരുന്നു. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നം സംഭവിച്ചത്, ഇതിനു മുമ്പുണ്ടായ ഒരു പ്രതിഷേധത്തിൽ അമേരിക്ക അവരെ കൃത്യസമയത്ത് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച പ്രതിഷേധക്കാരെ അമേരിക്ക കൃത്യമായി നിർത്തിപ്പറ്റിച്ചു. അതിൻ്റെ ഫലമായി 50,000-ഓളം പേരെ ആ ഭരണകൂടം കൊന്നു തള്ളി. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പ്രതിഷേധത്തിനിറങ്ങാതെ സമാധാനമായി സ്വന്തം വീടുകളിൽ കഴിയുകയാണ്. സമാധാനമായി എന്ന് ഞാൻ പറയുന്നതിനൊരു കാരണം കൂടിയുണ്ട്. ബോംബുകൾ നാലുപാടും വീഴുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഭീകര ഭരണകൂടമുണ്ടല്ലോ, അമേരിക്കയും ഇസ്രായേലിനെയും കൈകാര്യം ചെയ്യുന്നതിലും സ്വന്തം തടി രക്ഷിക്കുന്നതിലും വ്യാപൃതരായിരുന്നതുകൊണ്ട് ആഭ്യന്തരമായിട്ടുള്ള ഭീകരതയ്ക്ക് നല്ലതുപോലെ കുറവ് വന്നിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തട്ടമിട്ടിട്ടുണ്ടോ, മുടി പുറത്ത് കാണുന്നുണ്ടോ, നഖത്തിന് ചായം തേച്ചിട്ടുണ്ടോ, ചുണ്ടിൽ ചായം തേച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ആളുകളെ പിടിച്ച് തൂക്കിക്കൊല്ലുവാനും ബലാത്സംഗം ചെയ്യിപ്പിച്ചതിന് ശേഷം വെടിവെച്ച് കൊല്ലിപ്പിക്കുവാനും ഒന്നും അവർക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇറാനിയൻ ജനതയുടെ ഒരു ആശ്വാസം എന്നാണ് അവിടെയുള്ളവർ തന്നെ വല്ലപ്പോഴുമായി പുറത്തുവിടുന്ന രഹസ്യ വിവരങ്ങളിലൂടെ ലോകമാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുസ്തഫ ഖമനേയി ഹോറിഫൈഡ് ആയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, ഹോറിഫൈഡ് ആകാത്ത ഏത് ഭാവി സൂൺ ടു ബി ഹോറിഫൈഡ് വ്യക്തിയാണ് ഇപ്പോൾ ഇറാനെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഘം വ്യക്തികളാണ് ഇപ്പോൾ ഇറാനെ ഭരിക്കുന്നത്, അവിടുത്തെ തീരുമാനങ്ങൾ, കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാരണം പലരും ഇറാനിലൊക്കെ പ്രസിഡൻറ്റ് പെസ്കേഷിയാനൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നുമല്ല തീരുമാനമെടുക്കുന്നത്. അവർ പല പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഇറാൻ്റെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു,
പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസം ഭീകരനായ ഇസ്രായേൽ വരുന്നു, കത്തിയെറിഞ്ഞ് ട്രംപിനെ താഴെയിടും, കല്ലെടുത്തെറിഞ്ഞ് സ്റ്റെൽത്ത് ബോംബറിനെ താഴെയിടും. ഇത്തരത്തിലുള്ള കഴിവുകളുള്ള ഇസ്രായേൽ ദാ വരുന്നു, അമേരിക്ക ഇനി കിടുകിട വിറയ്ക്കും, അമേരിക്കയ്ക്ക് പനി പിടിച്ച് കിടക്കും, ട്രംപിന് മസ്തിഷ്കാഘാതമുണ്ടാകും, നെതന്യാഹു ഓടിത്തള്ളി ഭാരതത്തിൽ ഉത്തർപ്രദേശിൽ പോയി അഭയം തേടി ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കും തുടങ്ങിയ പ്രസ്താവനകളും ഒരു പരസ്യ പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒക്കെയായി ഒരു സൈബർ തലങ്ങളിൽ ഇറാൻ വൻ യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി അവരുടെ നേരെ കല്ലെടുത്തെറിയുകയും ഡ്രോൺ അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുതന്നെ ഇപ്പോൾ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കൊരുമിച്ച് ഹോർമൂസ് കടലിടുക്ക് തുറന്ന് മുന്നോട്ട് പോകാം, ട്രംപിനെ നമുക്ക് മാറ്റി നിർത്താം, ട്രംപ് വേണ്ട, നമുക്ക് ഗൾഫിൽ നമ്മളെല്ലാം ഞമ്മൻ്റെ ആൾക്കാരല്ലേ, UAE ഒക്കെ പറയുന്നത് നീ അത് കയ്യിൽ വെച്ചാൽ മതി, ഇത് ആദ്യത്തെ ഡ്രോൺ അയക്കുന്നതിന് മുമ്പേ നീ ആലോചിക്കണമായിരുന്നു. സൗദിയും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെ. സൗദി കുറച്ചും കൂടി കടന്ന് ഈ ഇവന്മാരെ വെച്ചുകൊണ്ടിരിക്കാനേ പാടില്ല എന്നാണ് ഒന്നിരടം ദിവസം ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആരുടെ നിയന്ത്രണത്തിലാണിപ്പോൾ ഇറാൻ? എന്തായാലും മുസ്താബ ഖമനേയിയുടെ അല്ല. മുസ്താബ ഖമനേയി 50% 75% അതോ 90% അതോ ഇനി 100% ഹൂറിഫൈഡ് എന്നുള്ള കാര്യം മാത്രമേ ഇനി പുറത്തു വരാനുള്ളൂ. ഈ മുസ്താബ ഖമനേയി എഴുതുന്ന കത്തുകൾ, അതിന് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയും. അതിപ്പോൾ ആർക്ക് വേണമെങ്കിലും എഴുതാമല്ലോ. മുസ്താബ ഖമനേയി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അലി ഖമനേയുടെ കാര്യത്തിൽ എന്തുകൊണ്ടോ അവർക്ക് നിഷേധിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. കാരണം കൃത്യമായ തെളിവുകൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അയാൾ ഹൂറിഫൈഡ് ആയെന്നുള്ളതിന്. ഇല്ലെങ്കിൽ അലി ഖമനേയിയെ വെച്ച് തന്നെ അവർ ഈ കളി കളിച്ചേനെ. പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ മുസ്താബ ഖമനേയിയെ അടുത്ത പരമോന്നത നേതാവാക്കി. കാരണം കുറേ ദിവസം അവർ കാത്തിരുന്നു, ഇയാൾ ഏതെങ്കിലും തരത്തിലൊരു 75% നിന്നൊരു 50%-ലേക്കെങ്കിലും ഇയാളുടെ ഈ ഹൂറിഫൈഡ് അവസ്ഥ താഴ്ന്നു വരുമോ എന്നുള്ളത്. നടന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കത്തെഴുതി കളിക്കുകയാണ്, ഭീഷണി കത്തുകൾ. ട്രംപിന് ഹൃദയാഘാതം ഉണ്ടാക്കിയിരിക്കും. ട്രംപ് പറയുന്നു, ഹൃദയാഘാതം ഉണ്ടായിട്ട് ഞാൻ തിരിച്ച് കത്തയക്കാം, പ്രിയപ്പെട്ട ചേട്ടാ ഹൃദയാഘാതം ഉണ്ടായി കേട്ടോ, ഇനി നാളെ ഹൃദയാഘാതം ഉണ്ടാക്കാനുള്ള ആയുധങ്ങളൊന്നും പുറത്തെടുക്കരുത്, അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട്, മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ട്രംപ് എഴുതും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇറാൻ എന്നാരും വിചാരിക്കേണ്ട. ഇറാനും അറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. ഇതെല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറയുന്ന ഒരു PR വർക്ക് എന്ന് പറയുമല്ലോ. ജനങ്ങളുടെ ഇടയിൽ ഈ ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുവാനുള്ള മുൻകരുതൽ എന്ന വണ്ണമാണ് ഞങ്ങൾ ട്രംപിനെ അടിച്ചു നിരത്തുകയാണ്, ഞങ്ങൾ ശക്തമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവർ ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത്. ഇറാൻ്റെ ഇപ്പോൾ ഭരണം ആരുടെ കയ്യിലാണോ അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ ഏതാണ്ട് ഞാൻ നിന്നെ നുള്ളും, ഞാൻ നിന്നെ പിച്ചും എന്നുള്ള തരത്തിലേക്കാണ് ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു റഷ്യൻ യുക്രൈനിയൻ യുദ്ധം പോലെ തന്നെ. അതിപ്പോൾ ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ഈ ഹോർമൂസ് കടലിടുക്കും ഇറാനും കുറച്ച് കഴിയുമ്പോൾ ഒരു വാർത്തയെ അല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. പക്ഷേ അവിടെയും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേൽ ഇടപെട്ടൊരു കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായാൽ തന്നെ പിന്നാമ്പുറങ്ങളിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഹൂറിഫൈഡ് ആക്കേണ്ടവരെ ഹൂറിഫൈഡ് ആക്കുക തന്നെ ചെയ്യും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതല്ല, ചുമ്മാ നേരം പോകാൻ വേണ്ടി നെതന്യാഹു തുടങ്ങിയ ഒരു യുദ്ധമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു ശത്രുവാണ്. അതിനെ, അല്ലെങ്കിൽ ആ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്ന ഇറാൻ്റെ ഭരണകൂടത്തെയെങ്കിലും ഒരു തരത്തിലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അതിന് ഉടനെ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ അവരെ നിഷ്ക്രിയരാക്കുക, നിഷ്പ്രഭരാക്കുക, ഒരു പ്രവർത്തനക്ഷമത നശിപ്പിക്കുക അവരുടെ ഒരു പരിധിവരെയെങ്കിലും. അതായിരിക്കാം ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. അമേരിക്കയെപ്പോലെ ഇറാനിൽ നിന്ന് വളരെ ദൂരെയല്ല. ഇറാൻ ഏത് നിമിഷവും ഇറാനിൽ നിന്ന് കൈനീട്ടിയാൽ എത്താവുന്ന ദൂരത്തിലാണ് ഇസ്രായേൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിന് ഭീഷണിയായ ഇറാൻ്റെ ഭരണകൂടത്തെ അവർ അങ്ങനെ ഒഴിവാക്കി കളയില്ല. പുട്ടിനും സെലിൻസ്കിയുമായിട്ടുള്ളൊരു കളി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനോട് ഉണ്ടാകില്ല. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു കളി ഉണ്ടായാലും ട്രംപിന് പ്രശ്നമൊന്നുമില്ല. കാരണം ട്രംപിനും അതൊരു നേരം പോക്കാണല്ലോ, അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയാൽ മതിയല്ലോ. ഇനി കിം ജോങ് ഉന്നിൻ്റെ താടിക്കിട്ട് തട്ടാൻ ഉടനെ പോകുമെന്നാണ് ഹെസ്ഗിത്ത് പോലുള്ള ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിനെത്രത്തോളം സാധ്യതയുണ്ടെന്ന് പറയുവാൻ സാധിക്കില്ല. ഇയാൾക്ക് ഏതാണ്ട് ഒരു മുഴുവനായി കിളിപോയൊരവസ്ഥയായതുകൊണ്ട് അതിനും സാധ്യതയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്,
മുസ്തഫ ഖുമൈനി ഏതോ ഒരു ശതമാനത്തിൽ, ഒരു ശതമാനമല്ല, ഒരു 25% മുതൽ 100% വരെയുള്ള ഒരു റേഞ്ചിൽ ഏതോ ഒരു അവസ്ഥയിൽ ഹോറിഫൈഡ് ആണ്. ഏത് ആണ് ആ ശതമാനം എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഏക കാര്യം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് രണ്ടാമത്തെ ചോദ്യം മാത്രമാണ്. ഒന്നാമത്തെ ചോദ്യം, ഇറാനെ നിയന്ത്രിക്കുന്നത് ആര്? അറിയില്ല. അറിയുന്നത് ആ വിവരം കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഇനി നേരിട്ട് മുകളിൽ നിന്ന് തന്നെയാണോ നിയന്ത്രണം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായി വരുന്നത്. അതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അതും പറഞ്ഞുകൊള്ളുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.